നമ്മൾ തൊട്ട് മുന്നേ ശുദ്ധീകരിച്ചെടുത്തതായ അല്ലെങ്കിൽ മാലിന്യങ്ങളെയെല്ലാം നീക്കം ചെയ്ത് ഗ്യാങ്ങിനെയെല്ലാം നീക്കം ചെയ്ത് കിട്ടിയതായ ലോഹത്തിൽ വീണ്ടും മാലിന്യങ്ങൾ ചെറിയ തോതിൽ മറ്റു ലോഹങ്ങളുടെ അവശിഷ്ടങ്ങൾ തന്നെ ഉണ്ടാവും. അപ്പം അതിനെ നീക്കം ചെയ്യാനുള്ള മാർഗം എന്താണ്? അപ്പം അതോടെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം, ശുദ്ധമായ മെറ്റൽ, പ്യുവറായിട്ടുള്ള മെറ്റൽ എങ്ങനെ നമുക്ക് കിട്ടാം? അതാണ് ലോഹ ശുദ്ധീകരണയിലെ റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കുന്നത്. ഈ പാഠത്തിൽ പ്രധാനമായിട്ട് നിങ്ങൾ കുറേ കാണാതെ പഠിക്കാനുണ്ട്. കാണാതെ പഠിക്കാന്ന് വെച്ചാൽ ഏതെല്ലാം ഓറിനെ, ഏതെല്ലാം ധാതുവിനെ അല്ലെങ്കിൽ ഏതെല്ലാം അയിരിനെ ശുദ്ധീകരിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്, സൾഫൈഡ് അയറിനുള്ള മാർഗ്ഗം ഏതാ, അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ പഠിക്കാനുണ്ട്. കുറേ ഇതിൽ കാണാതെ പഠിക്കാനായിട്ടുള്ളതാണ് ആദ്യ ഭാഗങ്ങളെല്ലാം. പിന്നീടുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്, അതെങ്ങനെയാണ് ചോദിക്കുന്നതെന്നുള്ളത് പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ ലോഹ ശുദ്ധീകരണയിലെ റിഫൈനിങ് ഓഫ് മെറ്റൽ ഇത് കൂടുതലും വായിച്ചു പോകാനുള്ള ഭാഗങ്ങളാണുള്ളത്, വായിച്ച് മനസ്സിലാക്കി പോകാനുള്ളതാണ്. അല്ല കണക്ക് ചെയ്യാനോ എടുക്കാനോ ഒന്നും ഇതിലില്ല. അപ്പം വ്യക്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ നിരോക്സീകരണം വഴി, അതായത് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് ലോഹത്തിൽ നിന്നും മെറ്റലിൽ നിന്നും മറ്റ് ലോഹ ഓക്സൈഡുകളോ മെറ്റൽ ഓക്സൈഡ്സ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നോൺ മെറ്റൽസ് മാറ്റിയിട്ടുണ്ടാവും, അലോഹങ്ങൾ മാറ്റിയിട്ടുണ്ടാവും. അപ്പം ഇതിനെയെല്ലാം നീക്കം ചെയ്ത് ശുദ്ധമായിട്ടുള്ള പ്യുവറായിട്ടുള്ള ലോഹം അല്ലെങ്കിൽ മെറ്റലിനെ നമുക്ക് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ അല്ലെങ്കിൽ ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ലോഹ ശുദ്ധീകരണം എന്നാൽ എന്ത് എന്ന് ആദ്യം പഠിക്കണം. ഇനി അതിനുള്ള പല മാർഗങ്ങൾ എന്തൊക്കെയാണ്, ലോഹ ശുദ്ധീകരണത്തിൻ്റെ പല മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. കാണാമോ? സ്ക്രീൻ കാണാമോ? ഓക്കെ ഓക്കെ ഓക്കെ. നിഫാൻ ഇപ്പോഴാണ് ജോയിൻ ചെയ്തല്ലേ. ലോഹ ശുദ്ധീകരണത്തിൻ്റെ വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ്, റിഫൈനിങ് ഓഫ് മെറ്റൽസിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യം അതിൻ്റെ സ്റ്റെപ്പുകൾ പഠിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉരുക്കി വേർതിരിക്കൽ, അതിന് ഇംഗ്ലീഷിൽ തന്നെ ലിക്വേഷൻ എന്ന് പറയും. എന്താണ് മലയാളത്തിൽ എന്താ പറയുന്നത്? ഉരുക്കി വേർതിരിക്കൽ, ഇംഗ്ലീഷിൽ അതിനെ ലിക്വേഷൻ എന്ന് പറയും. രണ്ടാമത്തെ മാർഗത്തിന് സ്വേദനം എന്ന് പറയും, അതായത് ഡിസ്റ്റിലേഷൻ. മൂന്നാമത് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം, ഇലക്ട്രോണിറ്റിക് റിഫൈനിങ്. ഇപ്പൊ ലോഹ ശുദ്ധീകരണത്തിനുള്ള 3 സ്റ്റെപ്പുകളാണുള്ളത്: ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണം. റിഫൈനിങ് ഓഫ് മെറ്റൽസിന് 3 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്സ്? ലിക്വേഷൻ, പറ. ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഇനി അതിൽ ആദ്യത്തെ ഉരുക്കി വേർതിരിക്കൽ അല്ലെ ലിക്വേഷൻ എന്താണ്? ഇപ്പം പെട്ടെന്ന് ഉരുകുന്നതായ ലോഹങ്ങളെ, മെറ്റൽസിനെ ആയിരിക്കും ഈ ഉരുക്കി വേർതിരിക്കുന്നത്. നിങ്ങൾ ഈ സോൾഡർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ ചേട്ടന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സോൾഡർ ചെയ്യത്തില്ലേ, സോൾഡറിങ് അയൺ വെച്ചിട്ട് സോൾഡർ ചെയ്യത്തില്ലയോ? ഒരു ചൂടുള്ള ഒരു സോൾഡറിങ് അയൺ അങ്ങോട്ട് കൊണ്ടുവരുമ്പം അതിൻ്റെ ലെഡ് പെട്ടെന്ന് ഉരുകി വീഴുന്ന കണ്ടിട്ടുണ്ടോ? ആർക്കും അനക്കമൊന്നുമില്ല. സോൾഡറിങ് അയൺ കണ്ടിട്ടുണ്ടോ? എന്നാൽ അത് സോൾഡർ ചെയ്യുന്ന കണ്ടിട്ടില്ല? ഇല്ല. ഓക്കെ. എന്നാ മെർക്കുറി കണ്ടിട്ടുണ്ടോ? നമ്മുടെ തെർമോമീറ്ററിലൊക്കെയുള്ള മെർക്കുറി, തെർമോമീറ്ററിന്റെ അടിഭാഗത്തുള്ള സിൽവർ കളറിലിരിക്കുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? നമ്മൾ ടെമ്പറേച്ചർ ഉണ്ടോ, പനിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ നേരം ആ മെർക്കുറിയുടെ അളവ് മേളിലോട്ട് പോകുന്നതനുസരിച്ചിട്ടല്ലയോ എത്ര ടെമ്പറേച്ചർ ഉണ്ടോ നമുക്കറിയുന്നേ. ഈ മെർക്കുറി എന്ന് പറയുന്നത് പെട്ടെന്ന് ഉരുകുന്ന ഒരു മെറ്റലാണ്, ലോഹമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ചെറിയ ഊഷ്മാവ് തന്നെ മതി അത് പെട്ടെന്ന് ഉരുകുന്നതാണ്. അപ്പോൾ അത് തന്നെ ഉരുകുമ്പോഴാണ് അത് മേളിലോട്ട് ഇങ്ങനെ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉരുകുന്ന ദ്രവണാങ്കം കുറഞ്ഞ, അതായത് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവുള്ളതായ മെറ്റൽസിനെ, എക്സാമ്പിൾ അവിടെ പറയുന്ന ഉദാഹരണം പറയുന്നത് ഏതിനെയൊക്കെയാണെന്ന്, ഏതൊക്കെ മെറ്റൽസ് ആരാ ഉദാഹരണം പഠിക്കണം. ലിക്വേഷന് വിധേയമാക്കാൻ പറ്റുന്ന, അതായത് ഉരുക്കി വേർതിരിക്കാൻ സഹായിക്കുന്ന 2 ലോഹങ്ങളാണ് ടിന്നും ലെഡും.
ഇപ്പോൾ ടിന്നിനെയും ലെഡിനെയും ഒക്കെയാണെങ്കിൽ പെട്ടെന്ന് ചെറിയ ചൂട് മതി, പെട്ടെന്ന് അത് ഉരുകും. ഇപ്പോൾ ഈ ചിത്രത്തിലോട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അശുദ്ധമായ മെറ്റൽ, ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റലിനെ ഇങ്ങോട്ട് ഇടുന്നു, നല്ലപോലെ ചൂടാക്കുമ്പം ഈ ചരിഞ്ഞ ഒരു പ്രതലമായി വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉരുകുന്നതായ ടിന്ന്, ലെഡ് തുടങ്ങിയ മെറ്റൽസ് ലോഹങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഉരുകുകയും ഈ ചരിഞ്ഞ പ്രതലത്തിലൂടെ ഒഴുകിയ നമുക്കൊരു പാത്രത്തെ ശേഖരിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ലിക്വേഷൻ എന്ന് പറയുന്ന പ്രക്രിയ തന്നെ. അപ്പം പെട്ടെന്ന് ഉരുകുന്നതായ കുറഞ്ഞ ദ്രവണാംഗം, കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതായ ടിന്ന്, ലെഡ് എന്നീ മെറ്റൽസിനെ എല്ലാം പ്യൂരിഫൈ ചെയ്യാനായിട്ടുള്ളൊരു മാർഗമാണ് ലിക്വേഷൻ അഥവാ ഉരുക്കി വേർതിരിക്കൽ. അത് ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് അതിനെ ചൂടാക്കുമ്പോൾ, സ്ലോപ്പായിട്ടുള്ളൊരു സർഫസിൽ വെച്ച് അതിനെ ചൂടാക്കുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളത് പെട്ടെന്ന് ലിക്വിഡായിട്ട് മാറി അത് നമുക്ക് താഴെ ഒഴുകിയെത്തുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ മാർഗം ഏതായിരുന്നു? രണ്ടാമത്തെ മാർഗത്തിന്റെ പേരെന്താ? ഡിസ്റ്റിലേഷൻ. 10 ഏക്കർ ആരും ഇല്ലേ അവിടെ? സ്വേദനം. 10 ഏക്കർ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോവാൻ തോന്നില്ല, ഞാൻ ചോദിക്കാതെ തന്നെ പറയണം കേട്ടോ. സ്വേദനം, അതായത് ഡിസ്റ്റിലേഷൻ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ QR കോഡ് സ്കാൻ ചെയ്താൽ ഇതിൻ്റെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. ഫോണിലെ QR കോഡ് ഒട്ടും കേൾക്കുന്നില്ലയോ? അത് എനിക്ക് ഇച്ചിരി സൗണ്ട് ആക്കട്ടെ. ഇപ്പൊ കേൾക്കാവോ ഒന്നുകൂടെ? ഓക്കെ. ഈ ഒരു QR കോഡ് ഉണ്ടല്ലോ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ QR കോഡ് സ്കാനർ ഉണ്ട്. QR കോഡ് സ്കാനറിലോട്ട് അതൊന്ന് വെച്ചാൽ മതി, നിങ്ങൾക്ക് ഈ QR കോഡിൽ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്റ്റിലേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. ഇത് ഇലക്ട്രോണിക് റിഫൈനിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് അടിച്ചാൽ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഫോണിൽ ദിക്ഷ, DIKSHA, ദിക്ഷ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ഈ കോഡ് അടിച്ചു കൊടുത്താൽ അവിടെയും നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അത് ഡിസ്റ്റിലേഷൻ്റെ, സ്വേദനത്തിൻ്റെ വീഡിയോ അതുകൂടെ കണ്ടേക്കണം കേട്ടോ, ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് പരിചിതമാകുമല്ലോ. ഇനി എന്താണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്? അത് നേരത്തെ നമ്മൾ തൊട്ട് മുന്നേ ഉരുക്കി വേർതിരിക്കുന്നതിന് മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഡിസ്റ്റിലേഷനെ സംബന്ധിച്ച് ബോയിലിംഗ് പോയിന്റ് കുറവുള്ളതായ മെറ്റൽസായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. മെർക്കുറി. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ബോയിലിംഗ് പോയിന്റ് കുറവാണ്, തിളനില കുറവാണ്. അത് ചെറിയ ചൂട് മതി, അത് പെട്ടെന്ന് വേപ്പറായിട്ട് മാറാൻ, അത് തിളയ്ക്കാനുള്ള ഊഷ്മാവ് അതിന് കിട്ടും. ഇപ്പോൾ തിളനില വളരെ കുറവുള്ളതായ മെറ്റൽസായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇതിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യുന്ന മാർഗമാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു റിട്ടോട്ടിൽ വെച്ച് ചൂടാക്കുന്നത്, അതായത് ഒരു പാത്രത്തിൽ വെച്ച് ചൂടാക്കുന്നതനുസരിച്ച്, ഇതൊക്കെ ചെറിയ സജ്ജീകരണങ്ങളല്ലല്ലോ, വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായതുകൊണ്ട് വലിയ ഉപകരണങ്ങളൊക്കെയാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നല്ലപോലെ ചൂടാക്കുമ്പോഴത്തേന് തിളനില കുറവുള്ളതായ ലോഹം, ശുദ്ധലോഹം ബാഷ്പമായിട്ട്, വേപ്പറായിട്ട് മാറും. ആ വേപ്പറിനെ നമുക്ക് കളക്ട് ചെയ്ത് ലിക്വിഫൈ ചെയ്ത്, അതായത് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ശുദ്ധമായ ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റും. അതാണ് സ്വേദനം, ഡിസ്റ്റിലേഷൻ. നമ്മൾ വെള്ളത്തിനെ ചൂടാക്കുമ്പോൾ നീരാവി കിട്ടത്തില്ലേ? നീരാവിയെ തണുപ്പിച്ചാൽ തിരിച്ച് നമുക്ക് വെള്ളം കിട്ടത്തില്ലേ? അതേ അവസ്ഥ. അപദ്രവ്യം, അതായത് ഗ്യാങ്ങോട് അടങ്ങിയതായ മെറ്റലിനെ നമ്മൾ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് വേപ്പറായിട്ട് മാറുന്ന മെർക്കുറിയോ സിങ്കോ കാഡ്മിയം ഒക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യും? പെട്ടെന്ന് വേപ്പറായിട്ട്, ബാഷ്പമായിട്ട് പോവുകയും ആ ബാഷ്പത്തിനെ നമുക്ക് കളക്ട് ചെയ്ത് തണുപ്പിച്ചാൽ നമുക്ക് ശുദ്ധമായ ലോഹം നമുക്ക് വേർതിരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ മാർഗം ഏതാണ്? മൂന്നാമത്തെ മാർഗം ഏതാ പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോളിക് റിഫൈനിങ്, അതായത് വൈദ്യുത വിശ്ലേഷണം വഴിയുള്ള ശുദ്ധീകരണം. ഇത് പ്രധാനമായിട്ടും ഈ ക്രിയാശീലത വളരെ കൂടുതലായിട്ടുള്ള ലോഹങ്ങളെയാണ് പ്രധാനമായിട്ടും വൈദ്യുതി ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം ഓർത്താൽ മതി. 2 ടെർമിനൽ വേണം, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും വേണം. അത് ബാറ്ററി ഉപയോഗിച്ച് ഘടിപ്പിച്ചിരിക്കുകയാണ്. പോസിറ്റീവ് അഗ്രവും നെഗറ്റീവ് അഗ്രവും, അതായത് 2 ഇലക്ട്രോഡുകൾ വേണം എന്നർത്ഥം. പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും വേണം. അതിൽ പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ ഭാഗത്ത് ശുദ്ധീകരിക്കേണ്ട ലോഹം ഏതാണോ, അതായത് അശുദ്ധമായ ലോഹം ഏതാണോ അതിനെ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ ഭാഗത്ത് നിക്ഷേപിക്കും. ഈ ചിത്രം തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഒരു ശുദ്ധമയോടൊപ്പം കോപ്പറാണ് ശുദ്ധീകരിക്കേണ്ടത്. അപ്പോൾ ആനോഡ് എന്നുള്ള ഭാഗത്ത്, പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡാണ്, ആനോഡിൻ്റെ ഭാഗത്തേക്ക് അശുദ്ധമായ കോപ്പറിൻ്റെ ദണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്നതനുസരിച്ച്
ഇത് എന്തുവാ കോപ്പർ അയോണുകൾ ഇതിൽ നിന്ന് വേർതിരിയുകയും ശുദ്ധമായ കോപ്പറിൻ്റെ ഭാഗത്ത് വന്നതിങ്ങനെ പറ്റിപ്പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുള്ളത് കോപ്പറിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗം എന്താണ്? ചോദ്യം ഓർത്തിരിക്കണേ, കോപ്പറിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗം എന്താണ്? അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എവിടം തൊട്ട് എങ്ങനെയൊക്കെ എഴുതണം? കോപ്പറിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗം ഏതാണെന്ന് ആദ്യം എഴുതണം. വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് അഥവാ വൈദ്യുത വിശ്ലേഷണമാണ്. ഇനി അതെങ്ങനെ ചെയ്യാം? ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായും ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യമടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ആ ലോഹത്തിന്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായും എടുത്ത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹ ശുദ്ധീകരണ പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. നമ്മൾ കോപ്പറിന്റെ അടുത്ത് പറയുമ്പോൾ എങ്ങനെ വേണം പറയാനായിട്ട്? ആനോഡ് അഥവാ പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ ഭാഗത്തിൽ ഇംപ്യൂറായ കോപ്പർ നിക്ഷേപിക്കുക. അത് ശുദ്ധീകരിക്കേണ്ട കോപ്പർ, അശുദ്ധ കോപ്പർ നിക്ഷേപിക്കുന്നു. നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ ഭാഗത്ത്, അതായത് കാഥോഡിന്റെ ഭാഗത്ത് ശുദ്ധമായ കോപ്പർ നിക്ഷേപിക്കുന്നു. വൈദ്യുതി കടത്തിവിടുന്നതിന് ഫലമായി അതിനനുയോജ്യമായ ഇലക്ട്രോലൈറ്റായ കോപ്പർ സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കോപ്പർ സൾഫേറ്റ് ലായനി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോപ്പർ അയോണുകൾ, ശുദ്ധമായ കോപ്പർ അയോണുകൾ എവിടെ വന്ന് നിക്ഷേപിക്കും? ശുദ്ധ കോപ്പറിന്റെ നെഗറ്റീവ് ഇലക്ട്രോണിന്റെ ഭാഗത്തേക്ക് വന്ന് നിക്ഷേപിക്കും. മാലിന്യങ്ങൾ എവിടെ കിടക്കും? മാലിന്യങ്ങൾ ഈ ഭാഗത്ത് ലായനിയിൽ ഇങ്ങനെ അലിഞ്ഞു കിടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചിത്രം നിങ്ങൾ വരയ്ക്കാൻ ബുക്കിലോട്ട് വരയ്ക്കുകയും വേണം. ഇതെങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? സിമ്പിളാണ്, വേറൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. അശുദ്ധ കോപ്പർ, ഇംപ്യൂർ കോപ്പർ എവിടെ വെക്കുന്നു, പ്യുവർ കോപ്പർ എവിടെ വരുന്നു, അതിൻ്റെ ഇലക്ട്രോലൈറ്റ് ചെയ്ത്, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിലൊന്നും പഠിച്ചാൽ മതി. ഇത്രയും ക്ലിയർ ആയ സംശയം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? 10 10 ഓക്കെ. എന്തുവാന്നോ എന്തോ ഇല്ല ടീച്ചറിന്ന് വിളിച്ച് പറഞ്ഞേ, ഞാനിവിടെ ഇല്ലെന്നാണോ? ഓക്കെ. ആരാ? ബിസ്മിയാണോ? ബിസ്മി എനിക്കിന്നൊരു മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള പല മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ മാർഗങ്ങളെല്ലാം കൂടെ ഒരു മെറ്റൽ 1 2 എണ്ണം എക്സാമ്പിൾ, ഇരുമ്പും അത് മെയിനായിട്ട് അയനും അലൂമിനിയം എക്സാമ്പിൾ ആക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ ഇനിയൊന്ന് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ആദ്യത്തത് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം. എങ്ങനെയാണ് ഇരുമ്പിനെ ഇൻഡസ്ട്രിയലായിട്ട്, അയണിനെ ഇൻഡസ്ട്രിയലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം? ഏതൊരു മെറ്റലിനെയും പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആദ്യം മിനറൽ വേണം. അതിന് മിനറലിന് എന്താ മലയാളത്തിൽ പറയുന്നത്? ധാതുക്കൾ വേണം. എന്ത് വേണം? ധാതുക്കൾ വേണം. ഇനി ഇരുമ്പിന്റെ ധാതുക്കൾ ഏതൊക്കെയാണ്? മിനറൽസ് ഏതൊക്കെയാണ്? ഇരുമ്പിന്റെ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറാറ്റിക്സ്. ഇരുമ്പിന്റെ അയൺ പൈറാറ്റിക്സ് എന്ന് പറയുന്നത് ഇരുമ്പിന്റെ സൾഫർ അടങ്ങിയ അയിരാണ്, ധാതുവാണ്. അപ്പം ഈ ധാതുവിൽ നിന്നും ചെലവ് കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ ലോഹത്തിന്റെ കൂടിയ അളവ് ഏതിലാണോ ഉള്ളത് അതെല്ലാം വെച്ചിട്ടാണ് ഏതാണ് നമുക്ക് അനുയോജ്യമായ അയിര് അഥവാ ഓർ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ നോക്കി വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം എൻ്റെ ഇടയ്ക്ക് ഒന്ന് പറയുന്നുണ്ട്. വിഡ്ഢികളുടെ സ്വർണം, എന്തുവാ ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്ന് പറയുന്നത് ഫൂളിഷ് ഗോൾഡ് അല്ലേ? ഫൂൾസ് ഗോൾഡ്, എന്തോ അതിൽ കൊടുത്തേക്കുന്ന വാക്ക്? ഫൂൾസ് ഗോൾഡ്. ഇപ്പം വിഡ്ഢികളുടെ സ്വർണം, അതായത് സ്വർണമെന്ന് തോന്നിക്കുന്ന രീതിയിൽ കണ്ടാൽ നല്ല സ്വർണത്തിൻ്റെതായ കളറിൽ തോന്നുന്ന ഒരു ലോഹമുണ്ട്, ഒരു ധാതുവുണ്ട്. അതേതാണ്? അയൺ പൈറാറ്റിക്സ് ആണ്. അപ്പോൾ അത് ഒരു മാർക്കിന് ഇടയ്ക്ക് എങ്ങാനും ചോദിച്ചാലും അറിയണം. ടെക്സ്റ്റ് ബുക്ക് നല്ല തറവായിട്ട് വായിച്ചു പോയാലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അയൺ പൈറാറ്റിക്സിനെയാണ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. അത് സ്വർണത്തിൻ്റെ കൂട്ട് അതേ നിറമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിച്ച് മറ്റുള്ളവർ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന അയൺ പൈറാറ്റിക്സിനെയാണ്. അതായത് നമ്മുടെ ഇരുമ്പിൻ്റെ ഒരു ധാതുവാണ്, ഒരു മിനറലാണ്. അപ്പോൾ വ്യാവസായികമായിട്ട് ഇൻഡസ്ട്രിയലായിട്ട് ഇരുമ്പിനെ നിർമ്മിക്കണമെങ്കിൽ ഇപ്പം ആരാ ജോയിൻ ചെയ്തേ? പാർവതി എന്ത് ലെഫ്റ്റായി പോയായിരുന്നു? ഓക്കെ. വ്യാവസായികമായിട്ട് ഇൻഡസ്ട്രിയലായിട്ട് നമുക്ക്
ഇരുമ്പിനെ അയണിനെ നിർമ്മിക്കണമെങ്കിൽ ഈ ധാതുവിൽ നിന്ന് അനുയോജ്യമായ ഒരു അയിര് അല്ലെ ഓറ് വേണം. ആ ഓറെന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഏതാണ്? ഹേമറ്റൈറ്റ്. ഇപ്പൊ ഇരുമ്പിനെ അത് അയണിനെ ഇൻഡസ്ട്രിയലായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓറെന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റിന്റെ പ്രത്യേകത എന്താ? എന്ത് സ്വഭാവമോ ഉള്ളത് അതിന്? എന്ത് സ്വഭാവമുണ്ട് ഹേമറ്റൈറ്റിന്? നേരത്തെ പഠിച്ചതാ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി, കാന്തിക സ്വഭാവമുണ്ട്. കാന്തത്തിനെ ആകർഷിക്കാൻ, ഇരുമ്പടങ്ങിയ അയിരല്ലേ, കാന്തത്തിനെ ആകർഷിക്കാനുള്ള കഴിവില്ലേ. അപ്പൊ ആദ്യം നമുക്ക് ഈ ധാതുവിൽ നിന്നും അനുയോജ്യമായ അയിരിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഈ അയിരിൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. ധാരാളം ഗ്യാങ് അടങ്ങിയിട്ടുണ്ടാവും, അപദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം അതിനെ എന്ത് ചെയ്യണം? ജലപ്രവാഹത്തില് കഴുകണം. ആദ്യം അതിനെ എന്ത് ചെയ്യും? വാട്ടറിന്റെ പ്രസൻസിൽ നല്ലപോലെ വാഷ് ചെയ്യും. വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറെ ഇമ്പ്യൂർ ആയിട്ടുള്ള കുറെ മണ്ണും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അങ്ങ് മാറി കിട്ടുമല്ലോ. വീണ്ടും കുറെ മാലിന്യങ്ങൾ വീണ്ടും ഉണ്ടാവും. അതിനെ കാന്തിക വിഭജനം, അത് മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി അവിടെ ഉള്ളതായ ഗ്യാങ്ങിനെ നീക്കം ചെയ്യും. എന്താ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നുള്ള നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവുമല്ലോ. ഒരു പിക്ചർ വെച്ച് നമ്മൾ പഠിച്ചതല്ലേ. ഈ ഒരു ചിത്രം ഓർക്കുന്നുണ്ടോ? ഈ ഒരു ചിത്രം 4.3. കാന്തിക വിഭജനം. അവിടെ വരുമ്പോൾ അയിരിനെ നമ്മളൊരു ടോട്ടലിലൂടെ റോളറിലൂടെ കടത്തി വിടുമ്പോൾ ഇവിടെ വരുമ്പോൾ കാന്തമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കാന്തിക സ്വഭാവമുള്ള മെറ്റീരിയൽ കാന്തത്തിനോട് ചേർന്ന് വെളിയിലേക്ക് വരും, അല്ലാത്തത് സെപ്പറേറ്റ് ആയി പോകും. അപ്പോൾ ഇവിടെ ഹേമറ്റൈറ്റിന് കാന്തിക സ്വഭാവം ഉള്ളതായതുകൊണ്ട് നമ്മൾ കാന്തിക വിഭജനം വഴി അതിനെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ടുള്ള മാർഗം സ്വീകരിക്കും. പിന്നെ കിട്ടുന്നതായ ആ അയിരിൽ വീണ്ടും ചെറിയ തോതിൽ മാലിന്യങ്ങളുണ്ടാവും. അതിനെ എന്തിനു വിധേയമാക്കും? റോസ്റ്റിങ്ങിന് വിധേയമാക്കും. റോസ്റ്റിംഗ്. ഇനി എന്താ റോസ്റ്റിംഗ് എന്നുള്ളത് നമ്മൾ പഠിച്ചു നേരത്തെ. എന്താ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്? റോസ്റ്റിംഗ് എന്തായിരുന്നു? വായുവിന്റെ സാന്നിധ്യം, എയറിന്റെ പ്രസൻസിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. അത് നമ്മൾ വറക്കുക എന്ന് ഓർക്കുക. അപ്പൊ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ എന്തായിട്ട് കൂടിച്ചേരും? അത് എന്താ അതിനകത്ത് കൂടിച്ചേരുന്നേ? സൾഫൈഡ് കൂടിച്ചേരും. അത് സൾഫൈഡ് ഓറുകളെയാണ് പ്രധാനമായിട്ടും റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നത്. അപ്പോൾ സൾഫൈഡുകൾ എന്തായിട്ട് മാറുന്നു? ഓക്സിജൻ അടങ്ങിയ കണ്ടന്റ് ആയിട്ട്. റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ വായുവിന്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് അതിനകത്ത് ഓക്സിജൻ ഇവിടെ കൂടിക്കലരും. അപ്പോൾ റോസ്റ്റിങ്ങിന് വിധേയമാക്കിയതിന് ശേഷം വീണ്ടും അവിടെ ചെറിയ തോതിൽ മാലിന്യങ്ങൾ ഏതൊക്കെ കാണും? സൾഫർ, ആർസനിക്, ഫോസ്ഫറസ് തുടങ്ങിയ മാലിന്യങ്ങൾ വീണ്ടും അവശേഷിക്കുന്നുണ്ടാവും. അപ്പൊ അതിനെന്ത് ചെയ്യും? ഓക്സൈഡായിട്ട് റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അത് ഓക്സൈഡായിട്ട് അങ്ങ് മാറിപ്പോവും. അതിനോടൊപ്പം ചൂടാക്കുന്നതാണ്, അതിനോടൊപ്പം അല്പം ജലാംശം ഉള്ളത്, അതും അങ്ങ് മാറിപ്പോവും. അന്നേരം കിട്ടിയതായ ശുദ്ധീകരിച്ച അയിരിൽ വീണ്ടും ഏത് മാലിന്യം ഉണ്ടായിരിക്കും എന്നറിയാവോ? അന്നേരമുള്ള മാലിന്യത്തിന്റെ പേര് പഠിച്ചിരിക്കണം. സിലിക്കൺ ഡയോക്സൈഡ് എന്ന, അതായത് സിലിക്ക എന്ന മാലിന്യം എന്ന ഗ്യാങ് വീണ്ടും കാണും. മാലിന്യത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഗ്യാങ്. അപ്പൊ നമ്മൾ ഈ റോസ്റ്റിങ്ങിന് വിധേയമാക്കിയെങ്കിൽ പോലും വീണ്ടും അവിടെ ജലാംശവും മറ്റുമെല്ലാം നീക്കം ചെയ്യപ്പെട്ടെങ്കിൽ പോലും വീണ്ടും ആ അയിരിൽ എന്ത് ഗ്യാങ് കാണും? ആ ഗ്യാങ്ങിന്റെ പേര് പഠിച്ചു വെച്ചേക്കുക. ഈ ഇനി പറയുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാ ഗ്യാങ്ങിന്റെ പേര്? സിലിക്ക അല്ലെങ്കിൽ സിലിക്കൺ ഡൈ ഓക്സൈഡ്. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ തൊണ്ട വേനിക്ക് മക്കളെ. നിങ്ങൾ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുക. ഗ്യാങ്ങിന്റെ പേരെന്താണ്? അല്ലെങ്കിൽ സിലിക്ക. ഇനിയാണ് നമ്മൾ ഈ ശുദ്ധീകരണ പ്രക്രിയ നടത്താൻ പോകുന്നത്. അപ്പൊ അതിന് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ഉപകരണത്തിനെ കുറിച്ച്. ഇരുമ്പിനെ വ്യാവസായികമായിട്ട് മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു ഫർണസ് ആണിത്. ഇതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയും. അതും ഒരു മാർക്കിന് ഇതിൻ്റെയെങ്കിലും പാർട്ടായിട്ട് ചോദിക്കും. ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് സഹായിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താ? അതിന്റെ പേര് ബ്ലാസ്റ്റ് ഫർണസ്. എന്താ അതിന്റെ പേര്? ബ്ലാസ്റ്റ് ഫർണസ്. അത് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത് പല ടെമ്പറേച്ചർ സോണിലുള്ളതായ ഒരു ഉപകരണമാണ്.
ഏറ്റവും താഴെ അവിടെ ഊഷ്മാവ് വളരെ കൂടുതലാണ്. മുകളിലോട്ട് വരുന്നതനുസരിച്ച് താപനിലയ്ക്ക് ടെമ്പറേച്ചറിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പം ഇവിടെ ചെയ്യുന്ന പ്രക്രിയ ആദ്യം ഈ ചിത്രം നോക്കി ഞാൻ വിശദീകരിക്കാം. നിങ്ങളും ആ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇതാണ് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ചിത്രം. ഇവിടെ താപനിലയുടെ പല സോണുകളുണ്ട്, ടെമ്പറേച്ചറിൻ്റെ പല സോണുകളുണ്ട്. ഏറ്റവും താഴെയാണ് ടെമ്പറേച്ചർ കൂടുതലുള്ളത്, ഏറ്റവും മുകളിൽ ടെമ്പറേച്ചർ കുറവാണ്. അതുകൂടാതെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു വെച്ചൂറ്റിയുടെ ആകൃതിയിൽ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, ഫണലിൻ്റെ ഷേപ്പിൽ ഏറ്റവും ടോപ്പിൽ. ഇതിലൂടെയാണ് നമുക്ക് ശുദ്ധീകരിക്കേണ്ട അയിരുകളെ നമ്മൾ നിക്ഷേപിക്കുന്നത്. ഇനി ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഞാൻ അടുത്ത് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങൾ എന്തെല്ലാം? വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ put for the that are used for the purification of iron or which are the substances that are poured to the blast furnace? ഏതൊക്കെയാണ് അത് പഠിച്ചു വെച്ചേക്കണം. എന്തൊക്കെയാണ് ബ്ലാസ്റ്റ് ഫർണസിൽ നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങൾ? കോക്ക്, ചുണ്ണാമ്പ് കല്ല്, ഹേമറ്റേറ്റ്. കോക്ക് എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പിയാണ്. കോക്ക്, കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ലെന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ്, പിന്നെ ഹേമറ്റേറ്റ്. ഇതിൻ്റെ എല്ലാം പൊടിച്ച മിശ്രിതമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങൾ എന്തെല്ലാം, ഏതൊക്കെയാണ്? അതങ്ങ് പഠിച്ചു വെച്ചേക്കണേ. ബ്ലാസ്റ്റ് ഫർണസ് എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം. അതിലേക്ക് നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങൾ എന്തെല്ലാം, ഇനി പറയുന്ന ഭാഗമെല്ലാം ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അതിലേക്ക് നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങൾ? ഓക്കെ, ഹേമറ്റൈറ്റ്, ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണെന്ന് ഓർക്കുക. ചുണ്ണാമ്പ് കല്ല്, ഹേമറ്റൈറ്റ്, കോക്ക്. പഠിച്ചോ അത്? ബ്ലാസ്റ്റ് ഫർണസ് എന്നുള്ള വാക്ക് ഗ്യാങ്ങിന്റെ പേര് എന്തുവാ? ഹേമറ്റൈറ്റിന്റെ ഗ്യാങ് ഏതാണ്? ഹേമറ്റൈറ്റിന്റെ സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ സിലിക്ക. ഇതൊക്കെ ഓരോ മാർക്കിന് പല ചോദ്യങ്ങളുടെ പിരിവിൽ വരുന്നത്. ഒരു മാർക്ക് ചേരുമ്പോഴാണ് നമുക്ക് A+ ഉള്ളതായ ലഭ്യത വരുന്നത്. ഓരോ മാർക്കും ചിലപ്പോൾ ഒരു ചോദ്യത്തിന്റെ 3 പിരിവ് കാണും. അതിൽ ഒരു പിരിവിന്റെ ഒരു ഭാഗം ഇതായിരിക്കും, അതിനെ റിലേറ്റ് ചെയ്തായിരിക്കും അടുത്ത വരുന്നത്. അതുകൊണ്ട് ഒരു വാക്ക് പോലും ഇതിൽ ഈ ഒരു ഭാഗം സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ് കേട്ടോ. ഇത് അതുപോലെ കാണാൻ പിടിച്ച് വെക്കാനല്ല ഉള്ളത്, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിലെ നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങളാണ് കോക്ക്, ചുണ്ണാമ്പ് കല്ല്, ഹേമറ്റൈറ്റ്. ഇനി അവിടെ 2 കാര്യങ്ങൾ അപ്പോൾ ചോദിക്കുകയാണ്. ആ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ബ്ലാസ്റ്റ് ഫർണസിൽ കോക്ക് നിക്ഷേപിക്കുന്ന എന്തിന്? ഇത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ബ്ലാസ്റ്റ് ഫർണസിൽ കോക്ക് നിക്ഷേപിക്കുന്ന എന്ത്? കോക്ക് എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു രൂപാന്തരം. രണ്ടാമത്തെ ചോദ്യം, ചുണ്ണാമ്പ് കല്ല് നിക്ഷേപിക്കുന്ന എന്തിനാണ്? ലൈംസ്റ്റോൺ, കാൽസ്യം കാർബണേറ്റ്, അതിൻ്റെ അത് ഹേമറ്റൈറ്റ് മാത്രം പോരെ നമുക്ക്. ഹേമറ്റൈറ്റിനെ ശുദ്ധീകരിക്കാൻ സിലിക്ക ഓൾറെഡി അതിനകത്ത് മാലിന്യമായിട്ടുണ്ടല്ലോ, ഹേമറ്റൈറ്റിൽ സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ ആ മാലിന്യത്തിനെ നീക്കം ചെയ്യാൻ ബ്ലാസ്റ്റ് ഫർണസിൽ പല ടെമ്പറേച്ചർ സോണിലോട്ട് ചൂടാക്കിയാൽ തന്നെ പറ്റുമല്ലോ. പിന്നെ എന്തിനാണ് ഈ കോക്കും ചുണ്ണാമ്പുകല്ലും അതായത് ലൈംസ്റ്റോണും നിക്ഷേപിക്കുന്നത്? അപ്പോൾ കോക്ക് എന്തിനു നിക്ഷേപിക്കുന്നു, ലൈംസ്റ്റോൺ എന്തിനു നിക്ഷേപിക്കുന്നു, ചുണ്ണാമ്പുകൽ എന്തിനു നിക്ഷേപിക്കുന്നു? ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ഈ പഠിച്ചതിന് ശേഷം കണ്ടെത്തുകയും വേണം. ഇനി ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോ താപനിലയിലും വ്യത്യാസമായിരിക്കും. ഈ ഓരോ സെക്ഷനിലെത്തുമ്പോഴും ഇതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വ്യത്യാസമാണ്. അത് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് പറയും. ഇവിടെ തന്നെ തന്നിരിക്കുന്ന ഇക്വേഷനാണ്, മനസ്സിലാക്കി സ്റ്റെപ്പ് 1 ഏത് സ്റ്റെപ്പ് 2 ഏതെന്ന് നോട്ട് ചെയ്ത് പോകണം. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കൈവശം ഉണ്ടാവുമല്ലോ? ഉണ്ട്. ഇനി ആദ്യത്തെ ടെമ്പറേച്ചർ സോൺ, അതായത് ചുണ്ണാമ്പുകളിലും കോക്കും ഹേമറ്റൈറ്റിലൂടെ എത്തിച്ചേരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 1070 കെൽവിനൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ സോണിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഈ 2 കാർബൺ. ഇത് ചൂടാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ധാരാളം വായുവുണ്ട്. ഈ കാർബൺ എവിടുന്നാ വന്നേ? ഈ കാർബൺ എവിടുന്ന് വന്നു? നമ്മൾ ഈ നിക്ഷേപിച്ചതിനകത്ത് കാർബൺ ഉണ്ടായിരുന്നോ? കോക്ക് എന്ന് പറയുന്ന കാർബണിന്റെ ഒരു രൂപാന്തരമാണ്, ഒരു അലോട്രോപ്പാണ്. അപ്പോൾ അവിടെ ധാരാളം എന്തുണ്ട്? കാർബൺ ആറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ നമ്മൾ നിക്ഷേപിച്ചതിലെ കോക്കാണ് ആദ്യം പ്രവർത്തിക്കുന്നത്. അതായത് കോക്ക് എന്ന് പറയുന്ന കാർബൺ ആണല്ലോ. ആ കാർബൺ ഓക്സിജനുമായിട്ട് അങ്ങ് പ്രവർത്തിക്കും. കാർബൺ എന്തുമായിട്ട് പ്രവർത്തിക്കും? ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവും അവിടെ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും,
പിന്നെ ആ ഒരു പ്രോസസ്സ് ഹീറ്റ് ലിബറേറ്റിംഗ് ആണ്, താപം പുറത്തു വിടുന്നതായതുകൊണ്ട് താപോർജ്ജം പുറത്തു വരും. ആദ്യത്തെ സ്റ്റെപ്പിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നിക്ഷേപിച്ചതായ കോക്ക് പ്രവർത്തിച്ചിട്ട് കോക്കിനകത്തുള്ള കാർബണും വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഇപ്പോൾ ഇവിടെ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും എന്ത് ചെയ്യും? അവിടെ അവശേഷിക്കുന്നതായ കോക്കുമായിട്ട് വീണ്ടും പ്രവർത്തിക്കുന്നു. അവിടെ താപം സ്വീകരിക്കുന്ന പ്രവർത്തനം. അവിടെ കണ്ടോ, അഭികാരത്തിൻ്റെ സൈഡിൽ തന്നെയല്ലേ താപം കൊടുത്തിരിക്കുന്നേ? ആണോ? ആദ്യത്തെ ആണെങ്കിൽ താപം പുറത്തു വരുന്നതാണ്. ആ ഒരു പ്രവർത്തന ഫലമായിട്ട് താപം പുറത്തേക്ക് വരികയാണ്. താപമോചക രാസപ്രവർത്തനം അല്ലേ, എക്സോതെർമിക്. ഇവിടെ ആണെങ്കിൽ താപത്തിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. താപാകിരണ പ്രവർത്തനം എൻഡോതെർമിക്. അപ്പം ഇവിടെ ഈ ആദ്യത്തെ സ്റ്റെപ്പിലുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും അവശേഷിക്കുന്ന കാർബണുമായിട്ട് ചേർന്ന് എന്തുണ്ടാവും ഉൽപ്പന്നം? CO. CO എന്ന് പറയുന്നത് എന്താ? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നതാണ് ഹേമറ്റൈറ്റിൻ്റെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകം. ഹേമറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വെച്ചാൽ ഹേമറ്റൈറ്റിലുള്ള ഓക്സിജനെ മാറ്റാൻ സഹായിക്കുന്ന ഘടകം ഈ ഉണ്ടായ കാർബൺ മോണോക്സൈഡാണ്. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കോക്ക് അപ്പം എന്തിനാ ബ്ലാസ്റ്റ് ഫർണസിൽ നിക്ഷേപിച്ചേ? എന്തിനായിരിക്കാം? ഓക്സിജനെയാണോ? ഓക്സിജനെ കേട്ടില്ല. ഏതിലെ ഓക്സിജനെ മാറ്റാൻ വേണ്ടി? ഏതിലെ ഓക്സിജനെ മാറ്റാൻ വേണ്ടി? ഹേമറ്റൈറ്റിലെ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുകയാണ്, അപ്പം നേരിട്ട് ഹേമറ്റൈറ്റ് ഇട്ടിരുന്നെങ്കിൽ ഓക്സിജൻ മാറത്തില്ലായിരുന്നോ? അവിടെ സംഭവിക്കുന്നത് നമ്മൾ നേരിട്ട് ഹേമറ്റൈറ്റ് അങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ അത് വിഘടിച്ചാൽ, കാരണം ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണല്ലോ, അപ്പോൾ അതിനവിടെ സ്വയം നിരോക്സീകരണത്തിന് ആവാനുള്ള ഊഷ്മാവ് അവിടെ ഇല്ല. ആ നിരോക്സീകാരിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ അവിടെ നിരോക്സീകരിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ ആ നിരോക്സീകാരിയിലെ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആര് വരണം? അവിടെ ആര് വരണം? കാർബൺ മോണോക്സൈഡ് വരണം. നമുക്ക് നേരിട്ട് എന്നാൽ കാർബൺ മോണോക്സൈഡ് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, എന്നാൽ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറത്തേ ഉള്ളൂ. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് കിട്ടണമെങ്കിൽ നമുക്ക് ഏതിനെ ഇട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ? കോക്ക് ഇട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കോക്ക് നിക്ഷേപിച്ചിരിക്കുന്നത്. അതായത് ഹേമറ്റൈറ്റിനെ നിരോക്സീകരിക്കാനുള്ള നിരോക്സീകാരിയായ കാർബൺ മോണോക്സൈഡ് ഉൽപാദനത്തിനാണ് കോക്ക് സഹായിക്കുന്നത്. കോക്ക് അപ്പം എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദ റെഡ്യൂസിങ് ഏജന്റ് ഫോർ ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റിൻ്റെ റെഡ്യൂസിങ് ഏജൻ്റായ കാർബൺ മോണോക്സൈഡിനെ നിർമ്മിക്കാനായിട്ടാണ് എന്ത് സഹായിക്കുന്നത്? എന്തുപയോഗിക്കുന്നത്? കോക്ക് ഉപയോഗിക്കുന്നത്. ലയ ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞില്ലേ? ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ. അയ്യോ, അതെനിക്കറിയാം. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം എല്ലാം കിടന്ന് ഉറക്കമായിരുന്നു. ഇത്ര 2 വർഷം വീട്ടിലിരുന്നിരുന്ന് ക്ഷീണമായിപ്പോയി കാണുന്നില്ലയോ എല്ലാവർക്കും? നോക്കി, ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3 ആണ്. അപ്പം ഈ ഹേമറ്റൈറ്റിന് ആദ്യത്തെ സ്റ്റെപ്പിലുണ്ടായ കാർബൺ മോണോക്സൈഡ് ചേരുമ്പം, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴത്തെ രണ്ടാമത്തെ ടെമ്പറേച്ചർ സോണിൽ വരുമ്പോഴത്തേനും നടക്കുന്ന പ്രവർത്തനം ഇതാണ്. അപ്പോൾ അവിടെ എന്താ വരുന്നത്? ഹേമറ്റൈറ്റ് നിരോക്സീകരിക്കപ്പെടുന്നു, റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. എന്തിൻ്റെ പ്രസൻസിൽ? ആദ്യത്തെ സ്റ്റെപ്പിലുണ്ടായതായ കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർന്ന് നിരോക്സീകരിക്കപ്പെടുകയും അവിടുത്തെ ഓക്സിജനെ മാറി അയൺ മാത്രമായിട്ട്, ഇരുമ്പ് മാത്രമായിട്ട് വേർതിരികയും ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴത്തേന് അടുത്ത ടെമ്പറേച്ചർ സോൺ വരുമ്പോഴത്തേന് നടക്കുന്ന മാറ്റമാണ് നമ്മൾ ഇട്ടതായ ചുണ്ണാമ്പുകല്ലുണ്ടല്ലോ, ലൈം സ്റ്റോൺ, കാൽസ്യം കാർബണേറ്റ്, അത് അടുത്ത ടെമ്പറേച്ചർ സോൺ വരുമ്പോഴത്തേന് പ്രവർത്തിക്കും. അതങ്ങ് വിഘടിക്കും, അതങ്ങ് ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറുന്നു? ഇക്വേഷൻ നോക്കി പറ. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. നമുക്ക് ഈ ഹേമറ്റൈറ്റിൽ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഗ്യാങ്ങിൻ്റെ പേര്? സിലിക്കൺ ഡയോക്സൈഡ്. ആ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാങ്ങിനെ നീക്കം ചെയ്യണമെങ്കിൽ നമുക്കൊരു വേറൊരു കെമിക്കൽ ഉണ്ടെങ്കിലേ പറ്റൂ. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് തൊട്ട് താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്, കണ്ടോ? ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സ് എന്താണെന്നുള്ള ഞാൻ പറയാം, ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ അസിഡിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്.
അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്യാങ് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അപ്പോൾ ഈ സിലിക്കൺ ഡയോക്സൈഡിന് അസിഡിക് സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ അസിഡിക് സ്വഭാവമുള്ള ഒരു ഗ്യാങ് ആണെങ്കിൽ ഏത് സ്വഭാവമുള്ള വസ്തുവായിരിക്കണം, രാസവസ്തുവായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ബേസിക് നേച്ചർ ഉള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡാണ്. ഈ കാൽസ്യം ഓക്സൈഡ് നേരിട്ട് നമുക്ക് അതുപോലെ കൊടുക്കാൻ പറ്റത്തില്ല. എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് ഈ കാൽസ്യം ഓക്സൈഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? എന്ത് ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ്? കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ് കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നതായ ഒരു രാസവസ്തു നമുക്ക് കിട്ടുന്നത്. ഈ രാസവസ്തു ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ എന്ത് പേരിലാണ് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയും. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫ്ലക്സ്. അത് കാൽസ്യം ഓക്സൈഡ് ആണ് സിലിക്ക അല്ലെ സിലിക്കൺ ഡയോക്സൈഡ് എന്ന ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന രാസവസ്തു. അപ്പം അതുകൊണ്ട് അതിനെ ഫ്ലക്സ് എന്ന് പറയും. ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന പദാർത്ഥത്തിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇപ്പം ഫ്ലക്സും ഗ്യാങ്ങും കൂടി ചേർന്നാൽ എന്തായിട്ട് പുറത്തു പോകുന്നത്? സ്ലാഗ് ആയിട്ട് പുറത്തു പോകും. ഈ പേരുകൾ ഓർത്ത് വെച്ചേക്കണം. ഈ പേരുകൾ ഓർത്ത് വെച്ചേക്കണം. ഫ്ലക്സ് എന്താ, ഗ്യാങ് എന്താ, സ്ലാഗ് എന്താ. ഇപ്പം ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സ് ഉപയോഗിക്കും. ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിലോ എന്ത് സ്വഭാവമുള്ള ഗ്യാങ് ഫ്ലക്സാണ് ഉപയോഗിക്കുന്നത്? ആസിഡ് സ്വഭാവമുള്ള ഫ്ലക്സ് ഉപയോഗിക്കും. ഇവിടെ സിലിക്കൺ ഡയോക്സൈഡ് ഗ്യാങ് ആയിട്ട് വന്നപ്പോൾ ഏത് ഫ്ലക്സ് ഉപയോഗിച്ചു? കാൽസ്യം ഓക്സൈഡ് ഉപയോഗിച്ചു. അത് നമുക്ക് എവിടെ കിട്ടിയത്? ഈ ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈം സ്റ്റോണ് വിഘടിക്കുമ്പോൾ ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കാൽസ്യം ഓക്സൈഡിനെ കിട്ടുന്നത്. ഇപ്പോൾ നേരത്തെ ചോദ്യത്തിന് ഉത്തരം കൂടെ പറയാമായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ എന്തിനാണ് ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈം സ്റ്റോൺ ഇടുന്നത്? ഇതിനായിരിക്കാം. എന്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാനാ? കാൽസ്യം ഓക്സൈഡ് എന്ന ഫ്ലക്സിൻ്റെ ലഭ്യത ഉണ്ടാക്കാൻ. കാൽസ്യം ഓക്സൈഡ് എന്ന ഫ്ലക്സിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ ഏത് വിഘടിക്കുമ്പോഴാണ് കാൽസ്യം ഓക്സൈഡ് കിട്ടുന്നത്? കാൽസ്യം കാർബണേറ്റ്, അതായത് ചുണ്ണാമ്പ് കല്ല് വിഘടിക്കുമ്പോഴാണ് നമുക്ക് കാൽസ്യം ഓക്സൈഡ് കിട്ടുന്നത്. അപ്പം കാൽസ്യം ഓക്സൈഡ് കിട്ടണമെങ്കിൽ നേരിട്ട് നമുക്ക് കാൽസ്യം ഓക്സൈഡ് അതുപോലെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ വിഘടിച്ച് പോവും. അത് ചുണ്ണാമ്പ് കല്ലിൻ്റെ രൂപത്തിൽ ഇട്ടെങ്കിൽ, ലൈം സ്റ്റോണിൻ്റെ രൂപത്തിൽ ഇട്ടെങ്കിൽ മാത്രമേ കാൽസ്യം ഓക്സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കാൽസ്യം ഓക്സൈഡിനെ നമ്മൾ ഫ്ലക്സ് എന്ന് പറയും. ഇവിടുത്തെ ഗ്യാങ് എന്ന് പറയുന്നത് സിലിക്കയാണ്, അത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അപ്പോൾ ഫ്ലക്സും ഗ്യാങ് കൂടെ കൂടിച്ചേർന്നാൽ എന്തായിട്ട് മാറുന്നു? സ്ലാഗ് ആയിട്ട് മാറും. ഇവിടുത്തെ ഫ്ലക്സ് കാൽസ്യം ഓക്സൈഡ്, ഗ്യാങ് സിലിക്കൺ ഡയോക്സൈഡ്. സ്ലാഗിൻ്റെ പേരെന്താ? കാൽസ്യം സിലിക്കേറ്റ്. സ്ലാഗിൻ്റെ പേര് കാൽസ്യം സിലിക്കേറ്റ്. ഇനി അതിന് വേറൊരു ഉദാഹരണോട് അവിടെ പറയുന്നുണ്ട്. വേറെ ഉദാഹരണമല്ല, അടുത്ത ഘട്ടം അല്ലേ, ഞാൻ ഇവിടെ വരെ അല്ലേ പറഞ്ഞേ. അടുത്ത ടെമ്പറേച്ചർ സോണിൻ്റെ കാര്യം പറയുന്നുണ്ട്. അടുത്ത ടെമ്പറേച്ചർ സോൺ എന്ന് പറയുന്നത് ഏറ്റവും താഴെ എത്തുമ്പോഴല്ലേ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ മാലിന്യം എല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞു. എന്നാൽ വീണ്ടും എന്ത് ചെയ്യും? ചെറിയ തോതിൽ മാലിന്യങ്ങൾ ഉണ്ടാവുമല്ലോ, മറ്റ് ലോഹങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലാഗ് ഇതിലേക്കൂടെ ഒഴുകി പോകുന്നു എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. കണ്ട സ്ലാഗ് കണ്ട ഇവിടെ പോകുന്നത് താഴെ ഇങ്ങനെ ഉരുകി കിടക്കുന്നു. ഈ ഒരു ചിത്രം ഇവിടെ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സ്ലാഗ് ഒഴുകി വരുന്ന മാർഗം. ചിത്രം നോക്കിയാൽ കാണാം ഏറ്റവും അടിഭാഗത്ത് ഒരു വയലറ്റ് നിറം പോലെ കൊടുത്തിട്ടില്ലേ? അത് സ്ലാഗ്, ഉരുകിയതായ സ്ലാഗ്, മാലിന്യങ്ങൾ ഒഴുകി സ്ലാഗ് രൂപത്തിലേക്ക് പുറത്തു പോകുന്നതാണ്. പിന്നെ ഏറ്റവും താഴെ ശുദ്ധമായ അയൺ അവിടെ ഇങ്ങനെ കിടക്കും. അവിടെ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ അയൺ താഴെ ഉരുകി ഇങ്ങനെ കിടക്കുമായിരിക്കുമല്ലോ. അവിടെ വരുമ്പോൾ അയണിൻ്റെ കണ്ടന്റ് അത്രത്തോളം ഉള്ളതിനെക്കാട്ടി മറ്റ് ചില ലോഹങ്ങളുടെ കണ്ടന്റും അതിനോടൊപ്പം ഉണ്ടായിരിക്കും. അത് ബ്ലാസ്റ്റ് ഫർണസിൽ ലഭിക്കുന്ന ഉരുകിയ അയണിൽ 4% കാർബൺ ഉണ്ടാവും. അതുകൂടാതെ മറ്റ് മാലിന്യങ്ങളായ മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണിന് പറയുന്ന പേരാണ് പിഗ് അയൺ എന്ന് പറയും. അതും ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണിൻ്റെ പേരെന്താണ്? അയണിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? പിഗ് അയൺ. എന്തുകൊണ്ടാണ് പിഗ് അയൺ എന്ന് തന്നെ അറിയപ്പെടുന്നത്? ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? 4% കാർബൺ, പിന്നെ മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട്
ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പിഗ് അയൺ എന്ന് അറിയപ്പെടുന്നു. ഇനി ഈ കാർബണിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച്, അത് ഇരുമ്പിൽ തന്നെ കാർബണിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് നമുക്ക് അലോയികൾ നിർമ്മിക്കാൻ പറ്റും. അലോയ്. അപ്പോൾ അതിനെ അലോയി സ്റ്റീൽ എന്ന് പറയും. ഇരുമ്പിനോടൊപ്പം കാർബൺ വ്യത്യസ്തമായ അളവിൽ ചേർക്കുന്നതനുസരിച്ച് നമുക്ക് സ്റ്റീൽ നിർമ്മിക്കാം. സ്റ്റീൽ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ഒരു അലോയി ആണല്ലോ. തുരുമ്പിക്കുന്നതെല്ലാം ചേർത്ത് നിർത്താൻ സഹായിക്കുന്ന ഒരു സാധനമാണല്ലോ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീലിൽ മറ്റു ലോഹങ്ങൾ ചേർത്തിട്ടാണ് അലോയി സ്റ്റീൽ നിർമ്മിക്കുന്നത്. ഇനി അലോയി സ്റ്റീൽ ഈ ഒരു കോളം പഠിക്കേണ്ടതാണ്. വിവിധതരം അലോയി സ്റ്റീലുകളുടെ പേരും അതിലെ ഘടകങ്ങൾ, അതിൻ്റെ പ്രത്യേകത, ഉപയോഗം. ഇത് ബുക്കിലോട്ട് എഴുതിയേ വേണം. ഇത് ഇതുപോലെ പഠിക്കുകയും കൂടി ചെയ്യണം. അലോയി സ്റ്റീലുകൾക്ക് പേരുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം പഠിക്കുക. ഏതൊക്കെയാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ, അൽനിക്കോ, നിക്രോം. ഏതൊക്കെയാണ്? പറ. നിക്രോം. സ്റ്റെയിൻലെസ് സ്റ്റീൽ, അൽനിക്കോ, നിക്രോം. ഇനി ഈ ഘടകങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇരുമ്പ് എല്ലായിടും ഉണ്ട്. കണ്ടോ? 3 ഇരുമ്പുണ്ട്. പിന്നെ ആരുണ്ട്? 3 ഉള്ള അടുത്ത ആരാ? നിക്കല്. 3 ഉണ്ട്. പിന്നുള്ള ഏതാ? 2 ക്രോമിയം ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിക്രോമിൽ. നിക്രോം എന്ന് ഓർക്കുമ്പോഴേ ഓർക്കുക നിക്കലും ക്രോമിയവും ഉണ്ടെന്ന് ഓർക്കണം. നിക്രോം. അവിടെ തന്നെ നേരെ 2 നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. നിക്രോം. നിക്കലും ക്രോമിയം ഉണ്ട്. അപ്പോൾ അയണും കാർബണും ഉള്ളതിൻ്റെ കൂടെ നിക്കലും ക്രോമിയം ഉണ്ട് നിക്രോമിനകത്ത്. അൽനിക്കോ എന്ന് പറയുമ്പോൾ അയണിനോടൊപ്പം എന്ന് പറയുന്നത് അലൂമിനിയം, നീ എന്ന് പറയുമ്പോൾ നിക്കല്, കോ എന്ന് പറയുമ്പോൾ കൊബാൾട്ട്. അലൂമിനിയവും നിക്കലും കൊബാൾട്ട്. അയണിനോടൊപ്പം അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അൽനിക്കോ ആ പേരിൽ തന്നെ ഉണ്ട്. ALNICO. അലൂമിനിയം, നിക്കൽ, CO കൊബാൾട്ട്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അയണും നിക്കലും ക്രോമിയവും കൂടാതെ കാർബൺ കൂടെ ഉണ്ടാവും. ഇനി ഓരോന്നിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ നല്ല ഉറപ്പുള്ളതാണ്. പ്രധാനമായിട്ട് അതിന് ഉപയോഗം പാത്രങ്ങൾ, വാഹന ഭാഗങ്ങൾ ഇവയെല്ലാം നിർമ്മിക്കാനാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. അൽനിക്കോ കാന്തിക സ്വഭാവമുള്ളതാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുകൊണ്ട് സ്ഥിരകാന്തങ്ങൾ, ടെമ്പററി മാഗ്നറ്റ്സിൻ്റെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. നിക്രോം എന്ന് പറയുന്നത് ഉയർന്ന പ്രതിരോധം ഉള്ളതാണ്. ഹീറ്റിംഗ് കോയിലിൽ നിർമ്മിക്കാനായിട്ടൊക്കെ നിക്രോം യൂസ് ചെയ്യും. ഇനി അടുത്ത താഴോട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരവ് നോക്കിയേ. ആദ്യത്തെ ചോദ്യം ആരാ വായിക്കുന്നേ? ആരതി ഒന്ന് വായിച്ചേ. ആരതി ലെഫ്റ്റായി പോയോ? ആരതി? അമിത? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ആരും? അമിത? നവിക കേൾക്കാം. നവി എവിടെ ആയിരുന്നു? ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? അമിതയ്ക്ക് കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നേ? അമിത ഇപ്പം ലെഫ്റ്റ് ആയി പോയില്ലേ? ബിസ്മി പറയുന്നത് ബിസ്മി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്നാ ആദ്യത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. ആ പട്ടികയുടെ തൊട്ട് താഴെയുള്ള ആദ്യത്തെ ചോദ്യം. ഏതാ ഉത്തരം? അവിടെ പറ. ഹീറ്റിംഗ് കോയിലിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാ? ടേബിൾ നോക്കിയാൽ പറയാൻ പറ്റും. പട്ടിക നോക്കിയാൽ പറയാൻ പറ്റും. ഇപ്പൊ പറഞ്ഞോളൂ നമ്മള്. ഉത്തരവും കൂടെ പറ. ബിസ്മി ഉത്തരവും കൂടെ പറ. നിക്രോം. എന്തുകൊണ്ട്? കാരണം എന്തുള്ളതുകൊണ്ടാ? ഉയർന്ന പ്രതിരോധം ഉള്ളതുകൊണ്ട്. രണ്ടാമത്തെ ചോദ്യം നവ്യ ഒന്ന് വായിച്ചേ. എന്തുകൊണ്ടാണ്? സ്റ്റെയിൻലെസ് സ്റ്റീലിലും നിക്രോമിലും സെയിം കണ്ടന്റാ ഉള്ളത് അല്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുത്താൽ അയൺ, കോപ്പർ, നിക്കല്, കാർബൺ. ഇവിടെ നിക്രോം എടുത്താൽ അയൺ, നിക്കല്, ക്രോമിയം, കാർബൺ. രണ്ടിലെയും കണ്ടന്റ് സെയിം തന്നെ അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വന്നിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഹാർഡ്നെസ് വരാൻ കാരണം എന്തായിരിക്കും എന്നറിയാമോ? കാർബണിന്റെ അളവ് വ്യത്യാസപ്പെടുന്നതനുസരിച്ചിട്ടാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഹാർഡ്നെസ് കൂടിയിരിക്കുന്നത്.
കാർബണിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച്. മറ്റേ നിക്രോം വരുമ്പം ക്രോമിയത്തിൻ്റെ അളവിലായിരിക്കും, അവിടെ കാർബണേക്കാട്ടി ക്രോമിയത്തിൻ്റെ അളവായിരിക്കും എന്നുള്ളത് വ്യത്യാസമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലെ ഘടകങ്ങളുടെ അളവ്, കമ്പോണൻസിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച്, വ്യത്യാസപ്പെടുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രോപ്പർട്ടിയിലും വ്യത്യാസം വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം ആർക്ക് വായിക്കാം? ആതിര, 10A ആതിര ഉണ്ടോ? ക്വസ്റ്റ്യൻ വായിക്കാനാ പറഞ്ഞ, വിശേഷം ചോദിച്ചു. മൂന്നാമത്തെ ചോദ്യം വായിക്കാൻ. മൂന്നാമത്തെ ചോദ്യം ഈ ഏതാ? സ്ഥിരകാന്തം ഉപയോഗിക്കാൻ അലോയ് സ്റ്റീൽ ഏതാ? ഇത്തിരോടെ പറ. ഏതാ? പട്ടികയെ നോക്കിയ അൽനിക്കോ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, നമ്മൾ നേരത്തെ ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം പറഞ്ഞല്ലോ, അതുപോലെ അലൂമിനിയത്തിൻ്റെ വ്യാവസായികമായിട്ട് അലൂമിനിയം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. ഇരുമ്പിൻ്റെ അത്രയും നീണ്ടു പോകുന്നില്ല, കുറച്ച് ഭാഗമേ ഉള്ളൂ. അതൊക്കെ എന്തോ ഓർഡർ അത് വേണമെന്നില്ല. ഓർഡർ അതേപോലെ ഒന്നുമില്ല, കമ്പോണൻസ് സെയിം ആയാൽ മതി. കമ്പോണൻസിൻ്റെ പേര് അതുപോലെ പഠിച്ചാൽ മതി, ഓർഡർ സെയിം ആവണമെന്നില്ല. നമുക്കതൊന്നും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ. ഇനി അടുത്ത നമുക്കുള്ളത് അലൂമിനിയം എങ്ങനെയാണ് ഇൻഡസ്ട്രിയലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അലൂമിനിയം പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അലൂമിനിയത്തിൻ്റെ എന്ത് വേണം? നമുക്ക് ആദ്യം എന്ത് വേണം? ഓറിനെക്കാട്ടും പിന്നെ ആദ്യം എന്ത് വേണം? മിനറൽ വേണം. മിനറൽ വേണം. അലൂമിനിയത്തിൻ്റെ മിനറൽ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ മിനറലിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഓർ എടുക്കുന്നത്. ഇവിടെ അലൂമിനിയത്തിൻ്റെ ഓറായിട്ട് നമ്മൾ പ്യൂരിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ഏതാണ്? ഏത് അയിര അലൂമിനിയത്തിൻ്റെ ഉപയോഗിക്കുന്നത്? അലൂമിനിയം എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന അയിര ഏതാണ്? ബോക്സൈറ്റ് ആണ്. ഇനി അലൂമിനിയത്തിനെ വേർതിരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹാൾ ഹെറോൾട്ട് പ്രോസസ് എന്ന് പറയും. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പണ്ടൊക്കെയാണ് അലൂമിനിയം വേർതിരിക്കാൻ ഭയങ്കര ചിലവ് കൂടിയ മാർഗമായിരുന്നു. ചിലവ് കൂടിയ മാർഗമായപ്പോൾ അതിൻ്റെ ലഭ്യതയൊക്കെ വളരെ കൂടുതലായിരുന്നു. ഇപ്പോഴാണ് അലൂമിനിയം നമുക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമായ ഒരു സാധനമാണ്. അത് സാധാരണക്കാരൻ്റെ ലോഹമാക്കി മാറ്റിയത്, അലൂമിനിയത്തിൻ്റെ വേർതിരിക്കാനുള്ള മാർഗം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാക്കിയത്. അത് ഹോൾ ഹെറോൾട്ട് പ്രോസസ്സിലൂടെ അലൂമിനിയത്തെ വേർതിരിക്കാൻ സാധിച്ചപ്പോഴാണ് സാധാരണക്കാരൻ്റെ ലോഹമാക്കി അലൂമിനിയത്തിനെ മാറ്റിയത്. അലൂമിനിയത്തിനെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ അയിരിൻ്റെ പേര്, ഓറിൻ്റെ പേരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി അലൂമിനിയം പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് പ്രോസസ്സാണുള്ളത്. ബോക്സൈറ്റിൻ്റെ പ്യൂരിഫിക്കേഷൻ, കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ നമ്മൾ പഠിച്ചില്ലേ, അയിരുകളുടെ സാന്ദ്രണം, ആ ഒരു മാർഗമുണ്ട്. പിന്നുള്ളത് അലൂമിനിയത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിറ്റി റിഫൈനിങ്. ഈ രണ്ട് പ്രോസസ്സ് വഴിയാണ് നമ്മൾ അലൂമിനിയത്തിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. അതിൽ ആദ്യത്തേത് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം. ബോക്സൈറ്റ് ആണല്ലോ അയിരെന്ന് പറയുന്ന അയിരുകളുടെ സാന്ദ്രണം. ഇവിടെ അയിരുകളുടെ സാന്ദ്രണം ബോക്സൈറ്റിനെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചത്, ലീച്ചിങ് പ്രോസസ്സ് വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, നേരത്തെ തന്നെ പഠിച്ചു. ബോക്സൈറ്റിനെ പ്രധാനമായിട്ടും ലീച്ചിങ് പ്രോസസ്സ് വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കാരണം അവിടെ ലീച്ചിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അയിര് ലയിക്കുന്നതും മാലിന്യങ്ങൾ ലയിക്കാത്തതുമായ ഒരു ലായകത്തിൽ നമ്മൾ അയിരിനെ ലയിപ്പിക്കുന്നു. അപ്പോൾ അന്നേരം ആ ലായകത്തിൽ ലയിച്ചു കിടക്കും, മാലിന്യം ലയിക്കാതെയും കിടക്കും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ലീച്ചിങ് പ്രോസസ്സിന്, ബോക്സൈറ്റിൻ്റെ ലീച്ചിങ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ അല്ലെ ലായകം എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ബോക്സൈറ്റുമായിട്ട് ചേരുമ്പോൾ സോഡിയം അലൂമിനേറ്റ് ആയിട്ട് അത് മാറും. എന്തായിട്ട് മാറുന്നു? സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറുന്നു. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡിൽ അലൂമിനിയം അങ്ങ് ലയിക്കും. അങ്ങനെ സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറും. മറ്റ് അപദ്രവ്യങ്ങളെല്ലാം ലയിക്കാതെ കിടക്കുകയും ചെയ്യും, നമുക്ക് അരിച്ചു മാറ്റി വേർതിരിക്കാനും സാധിക്കും. ഇനി വളരെ കുറച്ച് പുതുതായി തയ്യാറാക്കിയ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അവശിഷ്ടം ചേർത്ത് ജലമൊഴിച്ച് നേർപ്പിച്ച് കൂടുതൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആവശ്യപ്പെടുന്നു. ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിൽ നിന്നും, അത് നമ്മൾ തൊട്ട് മുന്നേ സോഡിയം അലൂമിനേറ്റ് കിട്ടുന്നുണ്ടല്ലോ, ആ സോഡിയം അലൂമിനേറ്റിനെ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യും. എന്തിലാണ് വാഷ് ചെയ്യുന്നത്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് വാഷ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിൽ നിന്നും നമുക്ക് അലൂമിന എന്ന് പറയുന്ന അലൂമിനിയം ഓക്സൈഡ് കിട്ടും. ഈ അലൂമിനിയം ഓക്സൈഡിൽ നിന്നാണ് നമ്മൾ ശുദ്ധമായ
അലൂമിന വേർതിരിക്കുന്നത്. അപ്പോൾ ആ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം എന്ന് പറയുന്നത് ആ സ്റ്റെപ്പ് ഓർത്തിരിക്കുക. ബോക്സൈറ്റിനെ ലീച്ചിങ്ങിന് വിധേയമാക്കുന്നു, അതായത് ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിലോട്ട് ലയിപ്പിക്കുമ്പോൾ സോഡിയം അലൂമിനേറ്റായിട്ട് മാറുന്നു. ഇനി അല്പം അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുമ്പോഴത്തേന് അത് കൂടുതൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അവശുദ്ധം ഉണ്ടാവുകയും വീണ്ടും അതിനെ ചൂടാക്കുന്നതിൻ്റെ ഫലമായിട്ട് അലൂമിന ഉണ്ടാവുകയും ചെയ്യും. ഇനി അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ചൂടാക്കുമ്പോൾ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ Al2O3 എന്ന് കൊടുക്കണേ. ഇവിടെ AlOH ത്രൈസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? Al2O3 ആയിട്ട് അലൂമിനിയം ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഇനി അലൂമിന, അതിനെയാണ് നമ്മൾ അലൂമിന എന്ന് പറയുന്നത്. ഈ അലൂമിനയെ പിന്നെ നമ്മൾ വളരെ അലൂമിനിയത്തിന് റിയാക്ടിവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് വഴിയാണ് വേർതിരിക്കുന്നത്. അപ്പോൾ ആ വൈദ്യുത വിശ്ലേഷണത്തിന് ക്രമീകരണമാണ് തന്നിരിക്കുന്നത്. അവിടെ കാർബൺ ദണ്ഡുകളാണ് ആനോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1-2 ചോദ്യങ്ങൾ വരുന്ന ഭാഗം എന്താണെന്നുകൊണ്ട് ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. കാർബൺ ദണ്ഡുകളാണ് ആനോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കാഥോഡ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടോ? അത് ഒരു കാർബണിൻ്റെ ലൈനിങ്, അതായത് ഒരു വലിയൊരു പാത്രമാണ്, വലിയൊരു ടാങ്കാണിത്. അവിടെ ഒരു സ്റ്റീൽ ടാങ്കാണ്, അതിൽ ഉള്ളിൽ കാർബണിൻ്റെ ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അത് കാഥോഡായിട്ടും പ്രവർത്തിക്കും. ഇത് ഏറ്റവും മുകളിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാർബൺ പൗഡറും കൊണ്ട് അതിനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അനുയോജ്യമായൊരു ഇലക്ട്രോലൈറ്റ്, അത് ഉരുകിയ ക്രയോലൈറ്റും അലൂമിനിയം കൂടാണ് ഇലക്ട്രോലൈറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് വൈദ്യുതി കടത്തിവിടുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് പഠിക്കുക. അലൂമിന, അതായത് അലൂമിനിയം ഓക്സൈഡ് അങ്ങ് വിഘടിക്കും. എന്തൊക്കെയായിട്ട് വിഘടിക്കും? എന്തൊക്കെയായിട്ടാണ് വിഘടിക്കുന്നേ? പറ. എന്തൊക്കെയായിട്ടാ വിഘടിക്കുന്നേ? ആരും ഇല്ലേ അവിടെ? നിങ്ങൾ ഇത്രയും പേരും ഉണ്ടായിട്ട് ആരും എന്താ മറുപടി പറയട്ടെ. എന്തൊക്കെയാണ് വിഘടിക്കുന്ന? ഇക്വേഷൻ നോക്കിയാൽ പറയാം. അലൂമിനിയം അയോണും ഓക്സൈഡ് അയോണുമായിട്ട് വിഘടിക്കും. Al3+ഉം O2- പോസിറ്റീവ് നെഗറ്റീവ് അയോണായിട്ട് വിഘടിക്കുന്നു. ഇനി ആ പോസിറ്റീവ് അയോണുകൾക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രോണുകളെ സ്വീകരിച്ചിട്ട്, ഇലക്ട്രോണെ സ്വീകരിക്കുന്ന പ്രവർത്തനത്തിന് എന്താ പറയുന്നത്? റിഡക്ഷൻ. റിഡക്ഷന്, അതായത് Al3+ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ഈ കാഥോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ ഭാഗത്തേക്ക് അലൂമിനിയം ചെല്ലുന്നു. കാഥോഡിൻ്റെ ഭാഗത്തേക്ക്. കാഥോഡിൽ എന്ത് നടക്കുന്നു? റെഡ് നമ്മൾ പഠിച്ചത്. കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നു. ഇപ്പോൾ റിഡക്ഷൻ നടക്കുക എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രവർത്തനം, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ അലൂമിനിയം അയോണുകൾ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് അവിടെ നിക്ഷേപിക്കുന്നു? അലൂമിനിയമായിട്ട് ഈ കാർബൺ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് അലൂമിനിയം നിക്ഷേപിക്കും. അത് നമുക്ക് ഈ ഭാഗത്തിലൂടെ, ഈ പ്ലഗ് എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഓപ്പണിങ്ങിലൂടെ ആ അലൂമിനിയത്തിനെ നമുക്ക് വേർതിരിച്ച് കൊണ്ടുപോകാം. ഇനി ഈ ആനോഡിൽ എന്ത് സംഭവിക്കും? ആനോഡിലോട്ട് ആരാ വരുന്നത്? ആനോഡിന് പോസിറ്റീവ് ചിഹ്നം അല്ലേ ഉള്ളത്. ആനോഡിലോട്ട് ഇതിൽ ഏത് അയോൺ വരും? ഓക്സിജൻ, O2- വരും. ഇപ്പോൾ ഓക്സിജൻ എന്ത് സംഭവിക്കും അവിടെ? ആനോഡിൽ എത്തിച്ചേരുന്ന, ആനോഡിൽ ഏത് പ്രവർത്തനമാണ് നടക്കുന്നത്? ഓക്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്, ഓക്സിഡേഷൻ. ഇനി ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ 2 മൈനസ് ചാർജാണ് ഓക്സിജൻ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നും ഓരോ ഓക്സിജനെയാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ 2O2 വന്നെങ്കിലല്ലേ അവിടെ സ്റ്റേബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് അവിടെ 2O2- എന്ന് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഓക്സിജനിൽ നിന്ന് 2 ഇലക്ട്രോൺ വീതം, 2 ഓക്സിജനിൽ നിന്ന് 4 ഇലക്ട്രോൺ സെപ്പറേറ്റ് ആയി പെടുകയും ഓക്സിജനായിട്ട് അവിടെ നിക്ഷേപിക്കുകയും ചെയ്യും. ഈ തന്നിരിക്കുന്ന ആനോഡിൽ ഓക്സിജൻ നിക്ഷേപിക്കും. ആനോഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ കാർബൺ റോഡ്? കാർബൺ ദണ്ഡുകളാണ്, കാർബൺ റോഡുകളാണ്. അപ്പോൾ ഈ ഓക്സിജൻ ആരുമായിട്ട് അപ്പോൾ പ്രവർത്തിക്കും? ഈ അവിടെയുള്ളതായ കാർബണുമായിട്ട് അങ്ങ് പ്രവർത്തിച്ചിട്ട് എന്ത് പുറത്തു പോകും? അവിടെ കാർബൺ-ഡൈ-ഓക്സൈഡ് വാതകം പുറത്തു പോകും. അപ്പോൾ ഈ കാലപ്പഴക്കത്തിൽ ഈ കാർബൺ ദണ്ഡുകൾ നല്ല ഷേപ്പിലിരിക്കുമല്ലയോ? കാലപ്പഴക്കത്തിൽ ഈ കാർബൺ ദണ്ഡുകളുടെ ആകൃതിയൊക്കെ അങ്ങ് മാറി, എലി കരണ്ടയിലൂട്ട് അവിടെ എവിടെയൊക്കെ ഷേപ്പൊക്കെ മാറി ദ്രവിച്ചു പോയതിലൂട്ട് തോന്നും. എന്തുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പ് വരുന്നത്? ദ്രവിച്ചു പോകുന്ന അവസ്ഥയിൽ വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിനുള്ള കാര്യമാണ് ഈ 2 ഇക്വേഷൻ പറയുന്നത്. അതായത് ഓക്സിജൻ, അലൂമിനിയം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, വൈദ്യുതി കടത്തി വിടുമ്പോൾ ആ ഓക്സിജൻ എവിടോട്ടാണ് എത്തിച്ചേരുന്നത്? കാർബൺ ദണ്ഡിൽ എത്തിച്ചേരുന്നു.
ആ കാർബൺ ദണ്ടിൽ ഈ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് എന്ത് പുറത്തു പോകും? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നതനുസരിച്ച് ഇവിടുത്തെ കാർബൺ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കാർബൺ ദണ്ടിനെ ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും കാർബൺ ദണ്ടിനെ മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കാർബൺ ദണ്ട് മാറ്റി കൊടുക്കുന്നതനുസരിച്ച് കൂടുതൽ അലൂമിന സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് അയണിൻ്റെ അലൂമിനിയത്തിൻ്റെ നമ്മൾ 2 എക്സാമ്പിളായിട്ട് പഠിച്ചിരിക്കുകയാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുകയും വേണം. അലൂമിനിയത്തിൻ്റെ ആണെങ്കിൽ ഇവിടെ ഇക്വേഷനോട് എഴുതി പഠിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ തുടർപ്രവർത്തനമാണ് നമുക്കുള്ളത്. അത് നിങ്ങൾ വായിച്ച് നോക്കി ഉത്തരം എഴുതിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിലോട്ട് ഷെയർ ചെയ്യണേ. ചെയ്യുമോ? ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ അടുത്ത ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിലോട്ടായിരിക്കും ഇടുന്നത്. അതിൻ്റെ ടോപ്പിലൊരു വീഡിയോ ലിങ്ക് ഇല്ലേ, ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓരോ പ്രാവശ്യവും ഞാൻ വാട്സപ്പ് വഴി ഇപ്പോൾ ലിങ്ക് ഇടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ക്ലാസ് റെക്കോർഡ് ചെയ്തത് അവിടെ തന്നെ ഇട്ടേക്കാൻ പറ്റും. ഇപ്പം ഞാൻ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്ത് എൻ്റെ ലിങ്ക് കളഞ്ഞ് നെറ്റ് സ്ലോ ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി എപ്പോൾ വേണേലും നിങ്ങൾക്ക് അതവിടെ കിടക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ. നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്തേക്കാം. നിങ്ങൾ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇടിയൊക്കെ വരുന്നുണ്ട്, നല്ല മഴയുണ്ട്, റേഞ്ച് പ്രശ്നമുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നാൽ മതിയേ, പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലാസ് ഒന്നുകൂടെ കേട്ടാലും മതി.